ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് മുട്ട വെച്ചിട്ട് മക്കൾക്കും വലിയവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ചോറുണ്ടാക്കാവേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനകത്തേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞാക്കി അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കാം. കാരണം മക്കൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ ഈ വെജിറ്റബിൾ ഒന്നും കഴിക്കില്ലാത്തതുകൊണ്ട് തക്കാളിയും ഉള്ളിയെല്ലാം മാറ്റി വെക്കും ഇവിടുത്തെ മക്കളെ. ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെയാണല്ലോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. പിന്നെ ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. വേറെ പൗഡറൊന്നും ഇടുന്നില്ല. കുരുമുളക് പൊടി ഇടാവുന്നതാണ്, പക്ഷെ ഞാൻ ഇന്ന് ഇട്ടിട്ടില്ല. ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിരിക്കുന്നത്, രണ്ടാക്കും കൂടിയാണല്ലോ, അതുകൊണ്ട് 2 മുട്ട എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കാവേ. ഡ്രൈ ആകുന്ന പോലെ ആക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ചൂട് ചോറിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണേ, മക്കൾ കഴിച്ചോളും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കുറച്ചൊക്കെ കഴിക്കും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ചോറും കറിയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇത്രയുള്ളന്നേ, ഈസിയാന്നേ. ഒന്നുണ്ടാക്കി നോക്ക്. ഓക്കെ, ബൈ.